ഇന്ന് നിങ്ങൾ ഒരു ഹീലിംഗ് ജേർണിയിലാണോ? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കായിട്ടുള്ളതാണ്. ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു ടെക്നിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഹീലിംഗ് ജേർണിയെ വളരെ വേഗതയിലാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായും കാണുക. കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് പറയാൻ പോകുന്ന ടെക്നിക്ക് മറ്റൊന്നുമല്ല, എക്സ്പ്രസീവ് റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ജേർണലിംഗ് ആണ്. നമ്മൾ പലപ്പോഴും ജേർണലിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ആണ്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ നല്ലത് തന്നെയാണ്, എന്നാൽ ഹീലിംഗിനെ സഹായിക്കുന്ന ഒരു എഴുതുന്ന രീതിയാണ് എക്സ്പ്രസീവ് ജേർണലിംഗ് എന്ന് പറയുന്നത്. എക്സ്പ്രസീവ് റൈറ്റിംഗ് എന്നാൽ മലയാളത്തിൽ ആവിഷ്കരണപരമായ എഴുത്ത് അല്ലെങ്കിൽ ഭാവം നിറഞ്ഞ എഴുത്ത് എന്നൊക്കെയാണ്. ഇങ്ങനെ എഴുതുന്നതിലൂടെ സ്വന്തം വികാരത്തെ അനുഭവങ്ങളെ സ്വതന്ത്രമായി പ്രകടിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ പേപ്പറും പേനായും വെച്ച് എഴുതുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. ഈ ടെക്നിക്ക് ലോകത്തിന് സംഭാവന ചെയ്തത് ജെയിംസ് ഡബ്ല്യു പെന്നിബേക്കർ എന്ന് പറയുന്ന സോഷ്യൽ സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: നമ്മൾ സ്വതന്ത്രമായിട്ട് നമ്മുടെ വികാരങ്ങളെയും നമ്മുടെ ഉത്കണ്ഠയും നമ്മുടെ ഭയത്തെയും നമ്മുടെ വേദനയും ഒക്കെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ, അതായത് പേപ്പറിൽ എഴുതുമ്പോൾ, നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യനിലയെ മെച്ചപ്പെടുത്തുന്നു. ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നത് എക്സ്പ്രസീവ് റൈറ്റിംഗിന് പല ഗുണങ്ങളുണ്ട് എന്നാണ്. എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ കുറയ്ക്കുന്നു, ഇമ്മ്യൂൺ സിസ്റ്റം ശക്തമാക്കുന്നു, നമ്മുടെ ഉറക്കം മെച്ചപ്പെടുത്തുന്നു, ആകുലതയും വിഷാദവും കുറയ്ക്കുന്നു, അമിത ചിന്തകൾ അല്ലെങ്കിൽ ഓവർ തിങ്കിങ്ങിനെ കുറയ്ക്കുന്നു, വികാരങ്ങളെ മാനേജ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള നമ്മുടെ കഴിവിനെ വർദ്ധിപ്പിക്കുന്നു, മനസ്സിന് വ്യക്തത കൊടുക്കുന്നു. നമ്മുടെ ദുഃഖങ്ങളും ആകുലതകളും ഭയങ്ങളും ഒക്കെ നമ്മൾ എഴുതാതെ നമ്മുടെ മനസ്സിൽ തന്നെ കൊണ്ടു നടന്നാൽ അത് ഒരു ലൂപ്പ് പോലെ വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വളരെ ശക്തിയോടെ വേരൂന്നിക്കൊണ്ട് അത് നമ്മുടെ നാഡീവ്യവസ്ഥയെ, നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ കാര്യമായി ബാധിക്കും. അത് ഒരു ഉത്കണ്ഠയിലേക്കും അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ മോഡിലേക്കും നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകും. എന്നാൽ അത് എഴുതിയാൽ നമ്മുടെ ജീവിതത്തിലെ ഈ ഉത്കണ്ഠ നമുക്ക് മറ്റൊരാൾ കേൾക്കാനുണ്ട് എന്നുള്ള ഒരു തോന്നല് മനസ്സിന് ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്നത് വഴി നമ്മുടെ സ്ട്രെസ് ഹോർമോണിനെ കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ നമ്മുടെ നാഡീ വ്യവസ്ഥയെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിൽ നിന്നും സേഫ്റ്റി മോഡിലേക്ക് കൊണ്ടുവരാനും കഴിയും. എക്സ്പ്രസീവ് റൈറ്റിംഗിനെ പറ്റി പല ശാസ്ത്രീയ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഞാനത് ഏറ്റവും പ്രധാനപ്പെട്ട 3 പഠനങ്ങളെ പറ്റി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് വായിച്ചു നോക്കാവുന്നതാണ്. ഇനിയും നിങ്ങളുടെ ഹീലിംഗ് ജേർണിയിൽ ഈ എക്സ്പ്രസീവ് റൈറ്റിംഗ് എങ്ങനെ ഉൾപ്പെടുത്താം എന്ന് നോക്കാം. അതിനായിട്ട് പേനയും പേപ്പറോ ഡയറിയോ എടുത്തുകൊണ്ട് ശാന്തമായ ഒരു സ്ഥലത്ത് കുറച്ചു നേരം ഇരിക്കുക. നിങ്ങളുടെ ശ്വാസത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊണ്ടുവരിക. ആഴത്തിലെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം വെളിയിലേക്ക് വിടുകയും ചെയ്യുക. ഇങ്ങനെ നിങ്ങളുടെ മനസ്സിനെ ഒരു ശാന്തതയോടെ ക്രമീകരിക്കുക. ചിന്തകൾ വരട്ടെ, അത് കുഴപ്പമില്ല. അതിനുശേഷം നെഞ്ചിലേക്ക് കൈവച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഇങ്ങനെ പറയാം: ഞാനിപ്പോൾ സേഫ് ആണ്. ഞാൻ സത്യസന്ധമായിട്ട് എൻ്റെ ഇമോഷൻസിനെയും എൻ്റെ ആകുലതകളെയും ഇപ്പോൾ എഴുതാൻ പോവുകയാണ്. എനിക്ക് നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യുവാൻ കഴിയും. ഞാൻ സേഫ് ആണ്. ഇപ്പോൾ നിങ്ങൾ കണ്ണു തുറന്ന് എഴുതാൻ ആരംഭിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് എഴുതണം, എവിടെ തുടങ്ങണം എന്ന് അറിയുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങളോട് തന്നെ ചോദിക്കുക: ഞാൻ എന്താണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? എന്ത് ആശങ്കകളാണ് എന്റെ മനസ്സിലുള്ളത്? എന്ത് വേദനയാണ്, എന്ത് ഭയമാണ്, എന്ത് ഉത്കണ്ഠയാണ് എന്റെ ജീവിതത്തിൽ ഉള്ളത്? ഇപ്പോൾ ഞാൻ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ എന്താണ് മറ്റുള്ളവരോട് പറയാൻ ശ്രമിച്ചിട്ടും എനിക്ക് പറയാൻ കഴിയാതിരുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ ജീവിതത്തില് ചില കാര്യങ്ങൾ ഒളിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്? ഈ കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് എഴുതാൻ ആരംഭിക്കുക. നിങ്ങൾ നിങ്ങളെ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനിടയിൽ നിങ്ങൾക്ക് ഒരുപാട് ദുഃഖം തോന്നുകയാണ്, നിങ്ങൾക്ക് കരയണം എന്ന് പോലെ തോന്നിയാൽ തീർച്ചയായിട്ടും കരയുക. കരയുന്നത് ഒരിക്കലും ബലഹീനതയല്ല. അത് നിങ്ങളുടെ ഇമോഷൻസിനെ വെളിയിലേക്ക് കൊണ്ടുവരാൻ ഉള്ള ബോഡിയുടെ ഒരു മെക്കാനിസമാണ്. അപ്പം അത് കരഞ്ഞ് തന്നെ നിങ്ങൾ റിലീസ് ചെയ്യുക. നിങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതുക. എഴുതുമ്പോൾ അക്ഷരത്തെറ്റുണ്ടോ എന്നോ അല്ലെങ്കിൽ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് വിചാരിക്കേണ്ട ഒരാവശ്യവുമില്ല. എന്റെ ഹാൻഡ് റൈറ്റിംഗ് ശരിയാണോ, അത് മനോഹരമാണോ എന്നും നിങ്ങൾ ആലോചിക്കേണ്ട. കണ്ടിന്യൂസ് ആയിട്ട് സത്യസന്ധമായിട്ട് നിങ്ങൾ എഴുതുക. അതാണ് ഇവിടെ ഇമ്പോർട്ടന്റ്. എഴുതി എല്ലാം കഴിഞ്ഞ ശേഷം ജേണൽ അടയ്ക്കുക. അതിനുശേഷം നിങ്ങൾക്ക് നെഞ്ചിലേക്ക് കൈവച്ചുകൊണ്ട് ഇങ്ങനെ പറയാം: ഞാൻ സേഫ് ആണ്. നല്ല രീതിയിൽ എന്റെ മനസ്സിന്റെ കാര്യങ്ങൾ തുറന്നു പറയാൻ, എക്സ്പ്രസ് ചെയ്യുവാൻ എനിക്ക് കഴിഞ്ഞിരിക്കുന്നു. അതിനായിട്ട് നന്ദി. ഞാനിപ്പോൾ എന്റെ ഹീലിംഗിൽ ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നു. അതിനായിട്ട്
നന്ദി. അതിനുശേഷം നിങ്ങൾ കണ്ണു തുറന്നിട്ട് ഈ പേപ്പർ വലിച്ചു കീറി കളയുകയോ കത്തിച്ചു കളയുകയോ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾ ബ്രെയിനിന് കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് പഴയ ആവശ്യമില്ലാത്ത ആകുലത ചിന്തകളും അല്ലെങ്കിൽ വേദനകളും ആശങ്കകളും ഒക്കെ നിങ്ങൾ റിലീസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ആ അധ്യായം ക്ലോസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ സന്തോഷകരമായ ഒരു പുതിയ ജീവിതത്തിലേക്ക്, ആ ഒരു അധ്യായത്തിലേക്ക് നിങ്ങൾ കാലൂന്നിരിക്കുകയാണ്. ചിലപ്പോൾ ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾക്ക് ഒരുപാട് ഡിഫറൻസ് തോന്നിയെന്ന് വരില്ല. അതുകൊണ്ട് ആഴ്ചയിൽ 3-4 പ്രാവശ്യം ഇത് ചെയ്യാൻ ശ്രമിക്കുക. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഇതിനായിട്ട് നിങ്ങൾ മാറ്റി വെക്കുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങളുടെ ഹീലിംഗിനെ നിങ്ങൾക്ക് വേഗതയിൽ കൊണ്ടുവരാൻ കഴിയും. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഓർമ്മകളെ റിലീസ് ചെയ്യുവാനും ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്തുകൊണ്ട് മറ്റ് ഒരു ക്ലാരിറ്റിയും ലഭിക്കാതെ ഒരു ആക്ഷനും എടുക്കാതെ മുന്നോട്ട് പോകുന്നത് തടയുവാനും കഴിയും. ആ ചിന്തകളെയൊക്കെ നിങ്ങൾക്ക് മാനേജ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ കറക്റ്റ് ചെയ്യുന്നത് വഴി ഒരു ഇമോഷണൽ ബാലൻസിലേക്ക് വരുവാൻ സഹായിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്.